ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മളിൽ നിന്നുമൊക്കെ വിട്ടുപിരിഞ്ഞു പോയ കുറേയധികം ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്തെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്മരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ ഒരു സമയം മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നത്. അവർ ഗുഡ് സ്പിരിറ്റായിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. അവരെ ജസ്റ്റ് ശല്യപ്പെടുത്തുന്നതോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയം അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഡിവൈൻ വഴി അല്ലെങ്കിൽ ആ ഒരു പവർ വഴി ഇൻറ്റ്യൂട്ടീവ്ലി എനിക്ക് കിട്ടുന്ന കുറച്ചധികം കാർഡ്സ് വെച്ച് എനിക്ക് കിട്ടുന്ന കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുക എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതൊരു എനർജി ബേസ്ഡ് ആയിട്ടുള്ള റീഡിംഗ് അല്ല. കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു റീഡിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അത് ബഗ്ഗായി അത് പോയി. പിന്നെ രണ്ടാമത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതും ബഗ്ഗായി പോയിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നാമത്തെ ചാൻസാണ് ഞാൻ ഈ പറയുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പം ഇതൊരു എനർജി പരമായിട്ടുള്ള റീഡിംഗ് ആയിട്ട് ഞാൻ കൂട്ടുന്നില്ല. അത് ഒരിക്കലും നമുക്ക് അവരുടെ സ്പിരിറ്റിൻ്റെ എനർജി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം അവരോട് ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ലോകത്ത് ഈ ഭൂമിയിൽ അവരില്ലാത്ത ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ എനർജിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അവർ അയച്ചു തരുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ്ലി ഒരു സൈക്കിക് എനർജി വഴി അവർ എനിക്ക് അയച്ചു തരുന്ന കോഡുകൾ വെച്ച് അയച്ചു തരുന്ന ഒരു എനർജി വെച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഈ സമയം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ഒരു കാര്യമായിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ സമയത്ത് പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പയൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നുന്ന പയൽ ഏതാണ്, ആ ഒരു പയൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റീഡിംഗ് ആയിരിക്കും നിങ്ങൾ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് മെയിൻലി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോയ ആ ഒരു എനർജിയെക്കുറിച്ച്, ആ എനർജി നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ചിന്തിച്ചെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ് എൻ്റെ അടുത്ത് പറയാനുള്ളത് അത് ഞാൻ വഴി പറഞ്ഞു തരണം എന്ന് ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഞാൻ വഴി ആ ഒരു ഡിവൈൻ കണക്ഷൻ വഴി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ്. മേ ബി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഇത് ഫസ്റ്റ് പൈൽ, ഇതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത, ഇതാണ് ഫസ്റ്റ് പൈൽ, ഒന്നാമത്തെ പൈൽ, ഇതാണ് രണ്ടാമത്തെ പൈൽ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ ചൂസ് ചെയ്ത, അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത, ഈ ഒരു ഡോള് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഇന്നലെ ഞാൻ ചെയ്ത സമയത്ത് അത് ഓൾമോസ്റ്റ് സെക്കൻഡ് പൈലായപ്പോഴത്തേക്കും ഫുൾ ബഗ്ഗായി പോയായിരുന്നു. അതായത് ഒന്നും കേൾക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി പോയായിരുന്നു. ഇന്നങ്ങനെ ആവാൻ ഒരു ചാൻസും ഇല്ല. കാരണം അത് എനർജി എടുത്തുള്ള റീഡിംഗ് ആയിരുന്നില്ല എന്നെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അത് എനർജി എടുത്ത് ചെയ്യേണ്ട റീഡിംഗ് അല്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ, നിങ്ങളടുത്ത് ഈ സമയം പറയേണ്ട ഗൈഡൻസ് എന്താണ് അത് മാത്രമായിരിക്കും. ഇത് വലിയൊരു വീഡിയോയോ അങ്ങനെ വലിയ മെച്ചപ്പെട്ടൊരു, അല്ലെങ്കിൽ വല്ലാത്തൊരു വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല. നിങ്ങളടുത്ത് എന്താണ് അവർക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഈ ഒരു സമയം, അവർക്ക് അല്ലെങ്കിൽ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹമുള്ള കുറച്ചധികം കാര്യങ്ങൾ എന്താണ്, അത് മാത്രമായിരിക്കാം ഈ ഒരു റീഡിങ് വെച്ചിട്ട് നിങ്ങളടുത്ത് പറയുന്നത് എന്നാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊട്ടും ക്ഷമയില്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾ കാത്തിരിക്കുന്നൊരു സമയമായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ തരണം ചെയ്യേണ്ട കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. ചൂടാറുന്നതിന് മുന്നേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട കുറേയധികം കടമകളുണ്ട്, കുറേയധികം കാര്യങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അത് പർപ്പസ് ആയിരിക്കത്തില്ല, മേ ബി നിങ്ങൾ ചെയ്യേണ്ട കുറച്ചധികം കാര്യങ്ങളായിരിക്കാം. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരുന്ന ഇഷ്യൂസുകളും നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളും നിങ്ങൾ കാമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ ടൈമിൽ കുറച്ചധികം ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരും, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും അതിനെ എത്രത്തോളം കാമാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കാമാക്കി എടുക്കുക എന്നാണ് പറയുന്നത്.
എത്രത്തോളം നിങ്ങളെ ഹീല് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളെ ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം ജോലി, കരിയർ, ഫിനാൻസ് എന്നൊക്കെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഉള്ളതിനേക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ, ഫിനാൻസ് അതിനേക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ എന്താ പറയുക, ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറേ ആരോഗ്യപരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുക, പനി, ഫിയർ അങ്ങനത്തേക്കുള്ള കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സമയത്ത് കാണിക്കുന്നത്. കുറേയധികം ആൾക്കാർ ആരോഗ്യപരമായിട്ട് സംബന്ധിച്ചെന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശപ്പെട്ട സിറ്റുവേഷൻ, അതിന് നിങ്ങൾ കാമായിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. ഫ്രസ്ട്രേഷൻ വരുന്ന രീതിക്ക് നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതിനെ കുറച്ചധികം കാമായിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കുറച്ചധികം ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വന്നാൽ അതിനേക്ക് ഹീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പവർ നിങ്ങളുടെ ലൈഫിൽ വേണം എന്നാണ് ഈ ഒരു സമയം കാണുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നെഗറ്റീവായിട്ടുള്ള കുറേ ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ തരണം ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ഒരു സമയം ആർക്കും വേണ്ടിയിട്ട് നിന്ന് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആർക്കും വേണ്ടി നിന്ന് കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ കടിച്ചു കീറാനും നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും നിങ്ങളെ ഷീൽഡ് പൊട്ടിച്ച് നിങ്ങളുടെ ഭയങ്കരമായിട്ടും നിങ്ങളുടെ സൈക്കിക് എനർജി ഭയങ്കരമായിട്ട് നിങ്ങളുടെ എനർജി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുറേയധികം ക്രൂവലായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകും. അത് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. ആർക്കും വേണ്ടിയിട്ടും ഭയങ്കരമായിട്ട് ഓവറായിട്ട് നിന്ന് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ടൈമിനനുസരിച്ച് നിങ്ങളുടെ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കും, എനർജി ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ ഇഷ്ടം പ്രാപിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് ഉള്ള കുറേയധികം താല്പര്യം കൊണ്ട് നിങ്ങളടുത്ത് ഇഷ്ടം കൊണ്ട് നിൽക്കുന്ന കുറേയധികം ആൾക്കാർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അത് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. അതായത് നിങ്ങളെ മുതലാക്കി എവിടെയാണോ നിങ്ങൾ അങ്ങനെ നിന്ന് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്നേഹം കാണിച്ച് നിൽക്കുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര കാമായിട്ടുള്ളൊരാളാണ്. നിങ്ങൾക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. മേ ബി നിങ്ങളൊരു ഫയർ ഗാർഡിയൻ ആയിരിക്കും, ഒരു ഫയർ എനർജി ഉള്ള ഒരാളായിരിക്കും. അതായത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ, പെട്ടെന്ന് താല്പര്യങ്ങൾ, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു തവണ ചിന്തിച്ചതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക, ആ ഒരു പാഷനിലോട്ട് പോകാൻ വേണ്ടി നോക്കുക. എന്നിട്ടായിരിക്കണം, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക ഈ ഒരു സമയത്ത്. അല്ലാത്ത പക്ഷം നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനമെടുത്ത് അതെന്നെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ അതെന്നെ കൊണ്ട് ചെയ്യാൻ ഓക്കെയാണ്, ഞാനത് അഹങ്കാരപൂർവ്വം അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു തന്മയത്തോടെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യന് അതീതമായിട്ടുള്ള കുറേയധികം പവറുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സമയം. അത് ദൈവങ്ങളായിരിക്കാം, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗാർഡിയൻസ് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ വരുന്ന എനർജീസ് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നന്നാക്കാൻ വേണ്ടി വരുന്നത് മദർ എനർജി, അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം എനർജീസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. അത് ഗാർഡിയൻസാണ്. അത് നിങ്ങളുടെ അമ്മ, അച്ഛൻ, ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ചധികം നിങ്ങൾക്കറിയാം ആരാണ്, മകളായിരിക്കാം, ചിലപ്പോൾ അമ്മയായിരിക്കാം. ഈ ഒരു സമയത്ത് അവരെ ഷീൽഡ് പൊട്ടിച്ചാണ്ട് പോകാണ്ടിരിക്കുക. അവരെ ഷീൽഡ് പൊട്ടിച്ച് പോകാണ്ടിരിക്കുക എന്ന് പറയുന്നത് അവരെ വിട്ട് നിങ്ങൾ എങ്ങോട്ടും ഈ ഒരു സമയം പോകാണ്ടിരിക്കുക. പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ഒരു സമയത്ത്. ഈ ഒരു സമയം പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് പറയുമ്പോഴത്തേക്കും ദൈവവിശ്വാസം അത്രത്തോളം വേണം, എനർജിപരമായിട്ടുള്ള വിശ്വാസം നിങ്ങൾക്ക് അത്രത്തോളം വേണമെന്നാണ് പറയുന്നത്. അതിലൊക്കെ കാര്യമുണ്ട് എന്നാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. അത് പല എനർജി, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾ അത്രത്തോളം നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണം, നിങ്ങൾക്ക് ഒരു ധൈര്യം വേണം. നിങ്ങളുടെ ഷീൽഡ് പൊട്ടിച്ച് വെളിയിൽ പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. നിങ്ങൾക്ക് ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറേയധികം എനർജീസ് തന്നെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടിരിക്കുക. പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കൊരു ഷീൽഡ് ഇടുക എന്ന് പറയുന്നത് ആരെയും നിങ്ങളെ ബൗണ്ടറിയിൽ കയറി കളിക്കാൻ വേണ്ടിയിട്ട് ആരെയും സമ്മതിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്.
ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ആൾക്കാർ വരും. ഈ കുറേ അധികം ആൾക്കാർ വരും എന്ന് പറയുമ്പോൾ ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന സമയമാണ് ഈ ഒരു ടൈം നിങ്ങളെ സംബന്ധിച്ച്. ജെനുവിൻ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഈ സമയം നിങ്ങൾക്ക് വരുന്ന കുറേ അധികം ഗൈഡൻസ് വരാൻ ചാൻസ് ഉണ്ട്. കുറേ അധികം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ വരും. ഈ സമയം നിങ്ങളുടെ മനസ്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂറ്റീവ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ സോള് ഡിസിഷൻ എടുത്ത് തുടങ്ങും ഈ ഒരു സമയത്ത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ആരെങ്കിലും നശിപ്പിക്കാൻ നോക്കി നിങ്ങൾ പോകേണ്ട സംഭവം അല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ട സിറ്റുവേഷൻ നിങ്ങൾ ഡയറക്റ്റ് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ എനർജി അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. നിങ്ങൾ എടുക്കുന്ന ഡിസിഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങളുടെ എനർജി എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അടുത്തൊരു ഇല പോലും സംസാരിക്കുമെന്നാണ് ഈ ഒരു സമയം കാണിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ക്രൂവലായിട്ട് പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾ ക്രൂവലായിട്ട് പെരുമാറേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സൈക്കിക്കബിലിറ്റി നിങ്ങളുടെ എനർജി അവിടെ പെരുമാറും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് പെയിൻഫുള്ളും കുറച്ച് വിഷമമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാമായിട്ട് നിൽക്കേണ്ട ഒരു സ്വഭാവക്കാരാണ് ഈ സമയത്ത്. കാമായിട്ട് തന്നെ നിൽക്കണം. നിങ്ങളെ മറന്ന് കളിക്കാണ്ടിരിക്കുക. നിങ്ങളായിട്ട് തന്നെ നിന്നാലും മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആവും. അതുകൊണ്ടൊന്നും പെയിൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണമായാലും ഫിനാൻസ് ആയാലും കരിയർ ആയാലും റിലേഷൻഷിപ്പ് ആയാലും എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അത് വിധിപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഇവിടെ ചെയ്തോളും എന്നാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണുന്നത്. ട്രസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻറ്റിൽ ട്രസ്റ്റ് വേണം. നിങ്ങളുടെ ടാലൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറേ അധികം കഴിവുകളുള്ള ആൾക്കാരായിരിക്കാം. പാട്ട് പാടാനുള്ള കഴിവുള്ള ആൾക്കാരായിരിക്കാം. ഹീലിങ്ങിനുള്ള കഴിവുള്ള ആൾക്കാരായിരിക്കാം. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടായിരിക്കും നിങ്ങൾക്ക്. എല്ലാവർക്കും ഓരോ ഹ്യൂമൻ ബീയിങ്സിനും ഓരോ കഴിവുകളുണ്ടായിരിക്കും. ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവായിരിക്കാം, ചിലർക്ക് സംസാരിക്കാനുള്ള കഴിവായിരിക്കാം, ചിലർക്ക് പല പല കഴിവുകളുണ്ടായിരിക്കാം. ആ ഒരു ടാലൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരേണ്ട കഴിവുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കഴിവുകളാണെന്നുണ്ടെങ്കിൽ അത് എവിടെയും പോകത്തില്ല. അത് നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ അട്രാക്റ്റഡ് ആവും. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ ഏതാണ് എന്താണെന്ന് ഇപ്പോൾ അലഞ്ഞ് തിരിഞ്ഞുകൊണ്ട് ഇപ്പം മെയിൻലി എനിക്ക് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏതാണ് എന്താണ് നിങ്ങൾക്ക് അലഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ അറിഞ്ഞൂടാ, നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞൂടാ. നിങ്ങളിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളിങ്ങനെ എന്തോ തേടി പൊക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ടാലൻറ്റ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. ആ ഒരു റൈറ്റ് ടൈം ആവുന്ന സമയത്ത് നിങ്ങളടുത്ത് തന്നെ ഈ ഒരു സിറ്റുവേഷൻ വന്ന് ഓക്കെ ആവുമെന്നാണ് കാണിക്കുന്നത്. പവർഫുള്ളായിട്ടുള്ള ഇൻറ്റ്യൂഷനുള്ള ആൾക്കാരാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ക്രിയേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ക്രിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ ക്രിയേറ്റഡ് ആവും. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷനൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിധിപ്രകാരം പോകേണ്ട ആൾക്കാരായതുകൊണ്ട് തന്നെ ഡിവൈൻ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. നിങ്ങൾ പോലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹൈ പ്രീസ്റ്റ് എനർജി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സും കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള കഴിവുകളും ഉള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഫീൽഡിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ആത്മാർത്ഥതയും നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദീർഘവീക്ഷണം ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസിലുള്ള വീക്ഷണം, അതായത് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇനി വന്നിട്ടില്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ് കാണിക്കുന്നത്. പോയ പോയിന്റിലോട്ട് പിന്നെയും പോകാണ്ടിരിക്കുക. നശിച്ച കാര്യങ്ങളാണെങ്കിൽ അതിലോട്ട് പോകാണ്ടിരിക്കുക. നിങ്ങളെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിലോട്ട് പോകാണ്ടിരിക്കുക. അത് എന്ത് തന്നെ ആയാലും ഭയങ്കരമായിട്ടും ജെനുവിനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു മന്ത്രവടി ഉണ്ട്, അതെടുത്ത് യൂസ് ചെയ്യാനാണ് എപ്പോഴും പറയുന്നത്. നിങ്ങളത് ആരെ പേടിച്ച് എന്തിനാണ് അത് വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നല്ലൊരു മനസ്സുണ്ട്, അതിനൊരു പെയിൻഫുള്ളായിട്ട് വിഷമിച്ച് പിന്നെയും വിഷമിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു ഓറ ഉണ്ടായിരിക്കാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ക്ലെൻസ്ഡ് ആയിരിക്കാം. പക്ഷേ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. നിങ്ങളുടെ കൂടെ ഈ ഹോൾ യൂണിവേഴ്സ് തന്നെ, ഈ ഒരു പ്രപഞ്ചം തന്നെ ഉണ്ട്. കാരണം നിങ്ങളുടെ പവർ നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് തൊട്ടാണ് നിങ്ങളുടെ ഡയറക്ഷൻ, നിങ്ങളുടെ ഏഞ്ചൽ മാറ്റി വിടുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് അത്രയും പവർഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഏഞ്ചൽസ്, ആ ഒരു ഗാർഡിയൻസിന് നിങ്ങൾക്ക് ആ ഒരു ഗാർഡിയൻസ്, അൾട്ടിമേറ്റ് ഗാർഡിയൻസ് തന്നെ പറയാം നമുക്ക്. ആ ഒരു ഏഞ്ചൽ ഗാർഡിയൻസിന് നിങ്ങളുടെ പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാം. അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഈ ഒരു ഡോള് സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് ഈ ഒരു പൈൽ.
ഇപ്പം നിങ്ങളുടെ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ഏഞ്ചൽ ഈ ഒരു ഗാർഡിയൻ എന്താണ് ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്? സെക്കൻഡ് പൈൽ നിങ്ങൾ ഭയങ്കരമായിട്ടും പെയിൻഫുൾ ആവുന്നുണ്ട്, ഭയങ്കരമായിട്ടും വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ നിങ്ങളെ ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ട്, ഈ ഒരു എനർജീനെ ഓർത്ത് വിഷമിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. സെക്കൻഡ് പൈൽ നോ നീഡ് ടു വറി, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്ത് ഇഷ്യൂസ് ആയാലും അതൊക്കെ സോൾവ് ആവും. സെക്കൻഡ് പൈൽ നിങ്ങളെ സംബന്ധിച്ച് സെക്കൻഡ് പൈൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള നിങ്ങൾക്കുള്ളൊരു ബ്ലെസ്സിങ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കുള്ളൊരു ഭയങ്കരമായിട്ട് ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളിപ്പം ആലോചിച്ച ആ ഒരു വ്യക്തിയുടെ ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. ആ ഒരു എനർജിയുടെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഗാർഡിയൻ ഏഞ്ചലിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. അത് എത്രത്തോളം ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനേക്കാളും ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ഈ ഒരു എനർജി നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു എനർജിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു ഗാർഡിയൻസിന് നിങ്ങളടുത്ത് ഭയങ്കരമായിട്ടും പറയാനുള്ളൊരു കാര്യം എന്തെന്ന് പറയുന്നത്, സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരാണ്. ഈ പറയുന്ന ആളുകളുടെ ഭയങ്കരമായിട്ടും ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് എത്തിപ്പെടും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പറയുന്ന ആളിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ക്യൂട്ട് ബേബി ആയിട്ടായിരിക്കാം ഈ ഒരു അത്രത്തോളം അത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അത്രത്തോളം പെയിൻ ആയിരുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തി വിട്ട് പിരിഞ്ഞപ്പോൾ ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ. അത്രത്തോളം പെയിൻഫുള്ളായിരുന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ അറിയാൻ പറ്റുന്നില്ല. അത്രത്തോളം ഞാനിവിടെ എനർജിയോ കാര്യങ്ങളോ ഒന്നും എടുത്ത് ചെയ്യുന്നില്ല. ബട്ട് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടല്ല, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടും. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു പെയിൻ ഇന്നും ആ ഒരു കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഫസ്റ്റ് ട്രോമ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇൻസിഡൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എത്രത്തോളം നിങ്ങൾക്ക് പെയിൻഫുള്ളാണ് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇതിന് ശേഷം നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. സെക്കൻഡ് പൈൽ ഈ ഒരു സമയം ഈ ഒരു ഗാർഡിയൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഷീൽഡ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സംഭവം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പാമ്പ്, അതായത് നിങ്ങൾക്ക് പാമ്പ് അറിയാമോ? ഈ ഒരു എന്താ പറയുക, സ്നേക്ക് പടം പൊഴിച്ച് മാറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ആകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അത്രത്തോളം നിങ്ങൾക്ക് ചേഞ്ച് ആവാൻ പറ്റും. അത് നിങ്ങൾക്ക് ദൈവം തന്നൊരു ബ്ലെസ്സിങ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി തന്നൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. നിങ്ങൾ മറക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് എന്താ പറയുക, നിങ്ങൾ പുതിയൊരു ജീവിതത്തിലോട്ട് പോകണം, അങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ സംബന്ധമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളവിടെ സ്റ്റക്കഡായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു എനർജി നിങ്ങളുടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മറക്കുക. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മറന്നതിന് ശേഷം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ദൈവം തരുന്നൊരു ബ്ലെസ്സിങ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാം മാറ്റിമറിച്ച് റണ്ണപ്പായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തരണം ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു കരിയർ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു നിങ്ങൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ പെയിൻഫുള്ളായിട്ട് അടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അത് എന്ത് സിറ്റുവേഷൻ ആയാലും, കരിയർ ആയാലും ഫിനാൻസ് ആയാലും, ആർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത്.
ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു എനർജി പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത്. നിങ്ങൾക്ക് ആരും കൂടെ ഇല്ലായിരിക്കും. പക്ഷേ നിങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയോ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ആരൊക്കെയോ നിങ്ങളെ തീറ്റി പോറ്റുകയാണെന്നുണ്ടെങ്കിൽ, എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെയൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്, എന്തൊക്കെയോ ഇൻഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഏതോ ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനെ ആരാധിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളിൽ തന്നെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളെ കൂടെ നിൽക്കുന്ന ആരും നിങ്ങൾക്ക് പണി തരുന്നൊരു സിറ്റുവേഷനൊന്നും ആയിട്ട് ഇവിടെ കാണിക്കുന്നില്ല. അവരാരും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതായിട്ടും കാണിക്കുന്നില്ല. പക്ഷേ എന്തൊക്കെയോ ഒരു നിങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ടെങ്കിൽ, എന്തൊക്കെയോ ഒരു വിഷമമുണ്ട് നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾക്ക് എന്തൊക്കെ ഒരു പെയിനുണ്ട്, നിങ്ങൾ ഒന്നിനും ഒരു ഹാപ്പിനെസ് ഇവിടെ കാണുന്നില്ല. എന്ത് സിറ്റുവേഷൻ കണ്ട് നിങ്ങൾക്കൊരു ദീർഘവീക്ഷണവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു ലൈഫിലൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നില്ല എന്നിവിടെ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടും എല്ലാം ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. പണമുണ്ട്, കരിയറുണ്ട്, ഫിനാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടും പണം കിട്ടിയിട്ടും കാര്യങ്ങൾ കിട്ടിയിട്ടും നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നില്ല. എന്തോ ഒരു സംഭവം തേടി നിൽക്കുകയാണ്. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണ്. ആർക്കോ വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണ്. എന്തിനോ വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ സ്മെല്ല് അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെയോ ഫീൽ നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങൾ ലോകം ഭയങ്കരമായിട്ടും കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് വന്ന ആൾക്കാരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്തില്ലെന്നുണ്ടെങ്കിലും നിങ്ങളതിൽ ബോധേഡാവുന്ന ഒരാളായിട്ട് ഇവിടെ കാണുന്നില്ല. അതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. ഇറ്റ്സ് എ ജെന്യുവിൻ ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് ആണ്. ഇറ്റ്സ് എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ചൊരു ഇങ്ങനെയൊക്കെയുള്ളൊരു ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ലൈഫിൽ, ഈ ലോകത്ത് തന്നെ അതൊരു ഭയങ്കര ട്രാൻസ്ഫർമേഷൻ, അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരുന്നൊരു സിറ്റുവേഷൻ, ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങളെ സംബന്ധിച്ച് കുറേ അധികം സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊരു ടീച്ചർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുരു ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നില്ല, നിങ്ങൾക്കൊന്നിലും ഒരു ആർക്കും കിട്ടാതെ, അല്ലെങ്കിൽ എല്ലാവരും ലൈഫ് ജീവിക്കും പോലെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആവുന്ന സമയം നിങ്ങൾക്ക് എവിടെ നിന്നാണ് എക്സ്പീരിയൻസ് കിട്ടുന്നത്? നിങ്ങളുടെ ഗുരു ആരാണ്? നിങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറാണ്. നിങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനാണ്. നിങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഗുരു എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. അതെങ്ങനെ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ തല, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവാണ്. ഞാൻ പറഞ്ഞു തരുന്ന സാധനം നിങ്ങളത് ഏത് രീതിക്ക്, ഏത് പെർസ്പെക്റ്റീവിൽ എടുക്കുന്നു. അപ്പോൾ ആരാണ് നിങ്ങളുടെ ഗുരു? നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആരാണ്? നിങ്ങളുടെ ഇൻഫർമേഷൻ ആരാണ്? നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ആരാണ്? നിങ്ങളുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആരാണ്? നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവാണ്, നിങ്ങളുടെ ബ്രെയിനാണ്, നിങ്ങളുടെ തലയാണ്. ആ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ എങ്ങനെ ശേഖരിക്കുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ കാര്യം ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇൻറ്റ്യൂട്ടീവ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സൈൻ കിട്ടുന്നുണ്ട്, ഇൻറ്റ്യൂട്ടീവ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്, നിങ്ങൾക്ക് എനർജി വരുന്നുണ്ട്, സ്പിരിച്വൽ എക്സ്പീരിയൻസ് വരുന്നുണ്ട്, സ്പിരിച്വൽ പാത്ത് വരുന്നുണ്ട്, പല കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിലാണ് കാര്യം. അതാണ് നിങ്ങളുടെ ഗുരു. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഈ പറയുന്ന ഒരു എനർജി നിങ്ങളുടെ അടുത്ത് ഈ സമയത്ത് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് എല്ലാം ചൊരിഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആൾ ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഏഞ്ചൽ ഗാർഡിയൻ ഓക്കെയാണ്. നിങ്ങൾക്ക് പല ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നുണ്ട്, പല സിറ്റുവേഷനിൽ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ഏത് വലിയ സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ടിട്ട് കഴിഞ്ഞാലും അവിടെ നിങ്ങളെ സംരക്ഷിക്കാൻ ഈ പറഞ്ഞ എനർജി അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഏഞ്ചൽ ഗാർഡിയൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നോ നീഡ് ടു വറി, ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സാണ്, ഭയങ്കരമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ്. ഭയങ്കരമായിട്ടും നിങ്ങളെ ഹോണസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ഒപ്പം, നിങ്ങളുടെ ഹോണസ്റ്റായിട്ട്, നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഹോണസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുക. അത്രയും പവർഫുള്ളാണ്, അത്രയും ദീർഘവീക്ഷണമുള്ള, അത്രയും ഏഞ്ചൽ ഗാർഡിയനാണ്. ഏഞ്ചൽ ഗാർഡിയൻ എന്ന് പറയുന്നത് തെറ്റൊന്നും ചെയ്യാത്ത, ഭയങ്കരമായിട്ടും പോസിറ്റീവായിട്ടുള്ള, ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ഏഞ്ചൽ ഗാർഡിയനാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, വിഷമിച്ചിരിക്കേണ്ട, ആരുമില്ലാത്തൊരു തോന്നൽ വേണ്ട. ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഇല്ല, നിങ്ങൾ ഡൗൺ ആവുന്നു, നിങ്ങൾ ഭയങ്കരമായിട്ട് ഫെയിലിയർ ആവുന്നു എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കൂടെ ഈ പറഞ്ഞ ഹോണസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രേവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പവർഫുള്ളാണ് എപ്പോഴും. ഓക്കെ, ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കും. ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ എനർജി സെൻഡ് ചെയ്ത് തരും. ഏഞ്ചൽ ഗാർഡിയൻ ആയാലും, സ്റ്റാർ സീഡ്സ് ആയാലും, അതേപോലെ തന്നെ റീഡർമാരായാലും എല്ലാം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരുന്ന എനർജീസാണ്.
സോ നോ നീഡ് ടു വറി, ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാളും നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് അവിടെ പ്രവർത്തിച്ചിരിക്കും. അമാനുഷിക ശക്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അമാനുഷികത അല്ലെങ്കിൽ സൂപ്പർ പവർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ സമയത്ത് നിങ്ങളെ ബിൽഡ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളെ ഭയങ്കരമായിട്ടും ബിൽഡ് ചെയ്തിരിക്കുന്നതിനേക്കാളുമുള്ള പവർ എന്തെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ക്ഷമാപരമായിട്ടിരിക്കുക. ഫ്രസ്ട്രേറ്റഡ് ആവും, വിഷമം വരും, പെയിൻഫുള്ളാവും. ലൈഫാണ്, ജീവിതമാണ്, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ നിങ്ങൾ വിഷമിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിനൊക്കെ നിങ്ങൾ പെയിൻഫുള്ളാവുന്നത്? എന്തുകൊണ്ടാണ് ഇത് ക്ഷമയോടെ നിങ്ങൾക്ക് വിട്ട് കളയാൻ പറ്റാത്തത് ചില കാര്യങ്ങൾ എന്നിവിടെ ചോദിക്കുന്നുണ്ട്. ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഡൗൺ ആവുന്നുണ്ട്, ചില സിറ്റുവേഷൻ നിങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും പ്രശ്നക്കാരാവുന്നുണ്ട്. ബട്ട് എന്തുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. വിധിപ്രകാരം പോകേണ്ട സിറ്റുവേഷന് വിധിപ്രകാരം പൊയ്ക്കോ. ബട്ട് നിങ്ങളെ കയ്യിൽ നിൽക്കേണ്ട സിറ്റുവേഷനിൽ നിങ്ങളെ കയ്യിൽ നിർത്താൻ വേണ്ടി നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ മേക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഗാർഡിയൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രൂഡായിട്ട് ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ സോൾ ഈ സമയം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറയാമെന്ന് വെച്ചാൽ നിങ്ങളുടെ സോൾ നിങ്ങളെ മെരുക്കി എടുക്കാൻ വേണ്ടിയിട്ട് പല ക്രൂഡായിട്ടുള്ള പരിപാടിയിൽ നിങ്ങളെ കൊണ്ടിടും. എന്നിട്ടത് മാറി നിൽക്കും. പല സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ട് പിടിച്ചിടും. വരാൻ കുറേ ബ്ലെസ്സിങ്സും വരും, അതേപോലെ തന്നെ കുറേ നെഗറ്റീവും വരും. 10 മിനിറ്റ് ഭയങ്കര പോസിറ്റീവ് ആണെങ്കിൽ 10 മിനിറ്റ് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു സമയം ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതിലാണ് നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്നത്? ആ 10 മിനിറ്റത്തെ പോസിറ്റീവ് ഈ 10 മിനിറ്റത്തെ നെഗറ്റീവിൽ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓക്കെ ആവും. അവിടെ കാമായിട്ടിരിക്കുക, ഫ്രസ്ട്രേറ്റഡ് ആവാണ്ടിരിക്കുക. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കരിയറിലായിട്ടും എന്തായാലും ഫ്രസ്ട്രേറ്റഡ് ആവാണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ചിത്രശലഭം അല്ലെങ്കിൽ ഒരു പുൽനാമ്പ് വരെ നിങ്ങളടുത്ത് സംസാരിക്കും ഈ ഒരു സമയത്ത്. അതാണ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ട്രസ്റ്റ് യുവർ ടാലൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റ്യൂട്ടിൽ നിങ്ങൾക്കൊരു പവർ ഉണ്ടോ? നിങ്ങൾക്ക് സംസാരിക്കാനുള്ള പവർ, ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കാനുള്ള പവറായിരിക്കും ഉള്ളത്. ഭയങ്കരമായിട്ടും ആൾക്കാരെ കേട്ടിരിക്കാൻ പറ്റും. അത് ഭയങ്കര പവറാണ്. സംസാരിക്കുന്നതിനേക്കാളും ഒരാൾക്ക് കേട്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വളയും, അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റാവും. ഓക്കെ, പെട്ടെന്ന് സെറ്റാവുമെന്ന് ഉദ്ദേശിച്ചത് ഇപ്പം ഞാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ലൈഫിൽ ഒരാൾ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം, ഇപ്പം രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനേക്കാളും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ ഇത് തോന്നും. കാരണം ഇത്രയും നാളും എന്നെ കേട്ടിരുന്നില്ലേ അങ്ങനെയല്ല പറയുന്നത്, വേറൊരു രീതിയിൽ പറയണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. ഓക്കെ, അത് ഞാനിപ്പോൾ പറയുന്നത് കറക്റ്റ് ആവില്ല. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടാലൻറ്റ് എന്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലായിരിക്കാം. എന്താണ് നിങ്ങളുടെ പർപ്പസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കാം. നിങ്ങൾ അതും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയും നാളെ എൻ്റെ പർപ്പസ് എന്താണ്, എൻ്റെ ടാലൻറ്റ് എന്താണ്, എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് ഇതുവരെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ബട്ട് ആ ഒരു ഗൈഡിൻ നിങ്ങളോട് പറയുന്നുണ്ട്, ദ റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുതരും. ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണ്, ബട്ട് റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ വരും. എന്തോ ടാലൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്, പക്ഷേ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങളുടെ സമയത്ത് വരും. റൈറ്റ് ആയിട്ടുള്ള സമയം വരണം അതിന്. നിങ്ങളുടെ ലൈഫിൽ ആ റൈറ്റ് ആയിട്ടുള്ള സമയം വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ റൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കത്തുള്ളൂ. എല്ലാവർക്കും ഒരു റൈറ്റ് ടൈമും ബാഡ് ടൈമും ഉണ്ട്. ആ റൈറ്റ് ടൈം വരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണം. ചിലപ്പോൾ 10 വരെ ആയിരിക്കും, 1 മുതൽ 10 വരെ ആയിരിക്കും ഭയങ്കര റൈറ്റ് ടൈം ആയിരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ലഭിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ബാഡ് ടൈം ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു റൈറ്റ് ടൈം വരും. ആ ഒരു ടാലൻറ്റ് നിങ്ങളുടെ സമയത്ത് തെളിഞ്ഞു വരും. അതിന് വേണ്ടിയിട്ട്, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. കഷ്ടപ്പാടുണ്ടാവും, സിറ്റുവേഷൻസ് ഡാർക്കാവും, ആൾക്കാർ നമ്മളെ കളിയാക്കും, ആൾക്കാർ നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കും, ആൾക്കാർ നമ്മളെ ഡൗൺ ഫെയിലറാക്കും. ബട്ട് നോട്ട് ദ റൈറ്റ് ടൈം. നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു നല്ല ടൈം വന്നു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിനും ബാക്കിയുള്ളവർക്കൊക്കെ പറ്റും കേട്ടോ. ബാക്കിയുള്ളവർക്കൊന്നും, മനുഷ്യന്മാർക്കൊക്കെ പാടായിരിക്കും പിന്നീട്. അപ്പം പിന്നെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു എനർജി പറയുന്നതെന്നുമ്പോഴത്തേക്കും നിങ്ങളൊരു കാട്ടിലാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. ഈ ഒരു കാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രാക്ക് തെറ്റിപ്പോവും. ചില സമയത്ത് ഫിയറായിപ്പോവും, ഡിസാസ്റ്റേഴ്സ് വരും. നിങ്ങളുടെ ലൈഫിലുള്ള ഡിസയർ എന്താണ് നിങ്ങൾക്ക് അറിയാതായി പോവും. നിങ്ങളെ വേട്ടയാടേണ്ടി വരും. കാട്ടിലിറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട്ടിലെ നീതി എന്താണ്, കാട്ടിലെ സംഭവങ്ങൾ എന്താണ്, കാട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് അവിടെ പ്രവർത്തിക്കുക. അവിടെ ചിലപ്പം നമ്മൾ ഡൗൺ ഫെയിലിയർ ആവേണ്ടി വരും. ഒരു സമയം, ദിസ് ഈസ് ദ ടൈം. ആ ടൈമാണ് ഞാൻ പറയുന്നത്. കാട്ടിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവിടെ മനുഷ്യത്വ കാര്യങ്ങളോ നീതിയോ ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് അവിടെ ഉള്ളത് എന്താണ്? കാടിൻ്റെ നിയമമാണ്. അതിനനുസരിച്ചായിരിക്കും അത് പോകുന്നത്. പക്ഷേ അവിടെ ഡിവൈനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നിങ്ങൾ എസ്കേപ്പ് ആവാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിലൊരു കാര്യം കാണും, അതെടുത്ത് വെച്ച് യൂസ് ചെയ്യുക.
ഈ ഒരു സമയത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കത് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗൈഡൻസിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റ്. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ആൻസറും നിങ്ങൾ കിട്ടും. സക്സസിൻ്റെ കീ, ഹാപ്പിനെസ്സിൻ്റെ കീ, എൻജോയ്മെൻറ്റിൻ്റെ കീ മറ്റൊരാളുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഫ്ലോപ്പാണ്. ഇത് മൂന്നും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഫയർ എനർജി, ഫയറായി നിൽക്കാൻ വേണ്ടി നോക്കുക. ആ ഒരു തീപ്പൊരി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെ ഫയറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഹാപ്പിനെസ്, സക്സസ്, എൻജോയ്മെൻ്റ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഡോപാമിൻ ക്രിയേറ്റ് ചെയ്ത് തരാനുള്ള സാധനങ്ങളാണ്. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ വേണമെന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും. അതുകൊണ്ട് തന്നെ ഒന്നിനും ഡൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പേടി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ജീവിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്ത് ചുമ്മാ ടൈം കളയരുത്. കറണ്ട് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും നോ നീഡ് ടു വറി, കണ്ണും പൂട്ടി നടക്കുക, അത്രയേ ഉള്ളൂ. പോവേണ്ടതും നടക്കേണ്ടതും എന്തായാലും നടക്കാനുള്ള സിറ്റുവേഷൻസാണ്. അപ്പം അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. കറണ്ട് സിറ്റുവേഷനെ പിടിച്ചു നിർത്താണ്ടിരിക്കുക, അതിനെ പേടിക്കാണ്ടിരിക്കുക. അത് പോകണ വഴിക്ക് പോട്ടെ എന്നാണ് പറയാനുള്ളത്. ക്രിയേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരും. ആ ഒരു ടാലൻറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി പാസ്റ്റ് ലൈഫ് കണക്ഷനും ഈ ഒരു ഭയങ്കര പവർഫുള്ളാണ്. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സെറ്റാണ് ഉള്ള കാര്യം പറയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, വേറെ സീനൊന്നും പറയാനില്ല. സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബ്ലെസ്സിങ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഇത് 100 കണക്കിന് പേഴ്സൻ്റ് താല്പര്യമുണ്ട്, ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിട്ട് കാണാം. ടാറ്റ.